മച്ചാമാരെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ ഒരു പെനി സ്റ്റോക്കാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യൻ ഓയിലിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. 1959 ഇത് ഷെയർ മാർക്കറ്റിങ്ങിൽ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും ഒരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. അതിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.8 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസാണ് അതിൻ്റെ വരുമാനം. ഇപ്പോഴത്തെ കറണ്ട് ഷെയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 143.15 റുപ്പീസ് കേട്ടോ. ശരിക്കും 130 വരെ വന്നിട്ടുണ്ട് ഈ ഒരു വർഷത്തോളം. മിനിമം 143, മാക്സിമം വന്നിരിക്കുന്നത് 144 ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ. 5 ദിവസം മുമ്പ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വിലയിൽ മാറ്റമൊന്നുമില്ല. ഒരു മാസം മുമ്പ് മിനിമം വന്നിരിക്കുന്നത് 135, മാക്സിമം വന്നിരിക്കുന്നത് 143. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം റേറ്റിലാണ് അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 6 മാസം മുമ്പ് നോക്കി നോക്കാം. 6 മാസം മുമ്പ് വന്നിരിക്കുന്നത് മാക്സിമം വന്നിരിക്കുന്നത് 169, മിനിമം വന്നിരിക്കുന്നത് 144. നമുക്ക് YTD നോക്കി നോക്കാം കേട്ടോ. YTDയിൽ മിനിമം വന്നിരിക്കുന്നത് 130, മാക്സിമം വന്നിരിക്കുന്നത് 192 വരെ വന്നിട്ടുണ്ട്. 143, 192. ഒരു വർഷം മുമ്പ് എത്രയാണെന്ന് നോക്കി നോക്കാം. മിനിമം വന്നിരിക്കുന്നത് 124, മാക്സിമം വന്നിരിക്കുന്നത് 186 വന്നിട്ടുണ്ട്. പിന്നെ കുറഞ്ഞത് 143 വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 143 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു റേറ്റാണ്. ഇപ്പോൾ ഷെയർ വാങ്ങാൻ പറ്റിയ ഒരു ടൈമാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഇപ്പോൾ ഇതൊരു ടൈം. എന്തായാലും ഒരു 40 രൂപയെങ്കിലും ഷെയറിൽ കൂടുന്നുള്ള കാര്യം കൺഫേമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ 190 രൂപ വരെ എന്തായാലും വരും, ഉറപ്പായിട്ടും വരും അത് എന്തായാലും. 5 വർഷം മുമ്പ് നോക്കി നോക്കാം. 184 വരെ ഷെയർ സ്റ്റാർട്ട് ചെയ്ത് 5 വർഷം മുമ്പ്. എന്നിട്ട് അതൊരു 161 വന്ന് നിന്നു. മാക്സിമം എത്ര ഇപ്പോൾ അവർ പറയണത്? അവരുടെ ഫോർകാസ്റ്റിങ്ങിൽ മാക്സിമം വന്നിരിക്കുന്നത് 143 പറയണത്. അപ്പോൾ എന്തായാലും അതൊരു 190 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആരെങ്കിലുമൊക്കെ ഷെയർ ഇപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ 143 കഴിഞ്ഞാൽ കുറച്ച് റേറ്റുള്ള ഷെയറാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നല്ലൊരു ഷെയർ, അതായത് ഫിക്സഡ്, അതായത് കുറേ നാൾ കീപ്പ് ചെയ്തിടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഷെയറുകളിൽ ഒരു ഷെയറാണ് ഇത്. എന്നുവെച്ചാൽ ഇട്ട പൈസ എന്തായാലും പോവില്ല എന്നുള്ള കൺഫേമാണ്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.